ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് തെറ്റായ കമാൻഡുകൾ തരുന്നുണ്ട് എന്നുള്ളതിന് ഉദാഹരണം ചെറിയൊരു കുഞ്ഞു ടാസ്ക് ഞാൻ തരാം. നിങ്ങളുടെ മുറിയിൽ ഒരു കണ്ണാടി ഉണ്ടാവുമല്ലോ, ആ കണ്ണാടിയിലേക്ക് നിങ്ങൾ ഒരു 5 മിനിറ്റ് നോക്കി വേറൊന്നും ചിന്തിക്കാതെ നിങ്ങളുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലാണ് കയ്യിലുള്ളെങ്കിൽ അന്ന് നിങ്ങൾ ക്യാമറയുടെ ഇതിലേക്ക് പോയിട്ട് നിങ്ങളുടെ മുഖം ഒന്ന് 5 മിനിറ്റ് നോക്കിയിരിക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അത് അനുവദിക്കുമോ? നിങ്ങളോട് ആദ്യം മനസ്സ് വയ്ക്കും, ഈ സ്ത്രീ പറഞ്ഞ ഉടനെ നിങ്ങൾ എന്തിനാ 5 മിനിറ്റ് കളയുന്നത് എന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ചിന്തിപ്പിക്കുന്ന തലച്ചോറാണെങ്കിൽ അത് പറയും, ഒരു 5 മിനിറ്റ് എൻ്റെ മുഖം ഒന്ന് ആസ്വദിക്കാം, എൻ്റെ മനസ്സിൽ എത്രത്തോളം കൺട്രോൾ ഉണ്ടെന്ന് നോക്കാം, എല്ലാം മറന്ന് ഞാൻ എൻ്റെ മുഖം ആസ്വദിക്കാൻ പോകുകയാണെന്ന് നല്ല ബുദ്ധിപരമായിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു തലച്ചോറാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിപ്പിക്കുകയുള്ളൂ. അതിന് പകരം നിങ്ങൾക്ക് എപ്പോഴും ടെൻഷൻ തരുന്ന ഒരു മനസ്സാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾക്ക് 5 മിനിറ്റ് നോക്കിയിരിക്കാൻ സമ്മതിക്കുകയില്ല. അന്നേരേ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ജോലി ഒത്തിരി ഉണ്ടല്ലോ, ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് ആ സ്ത്രീ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ എന്തിനാ 5 മിനിറ്റ് നോക്കിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ വിളികൾ വന്നുകൊണ്ടേയിരിക്കും. ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിച്ച് നമ്മുടെ നിത്യ ജോലിയിൽ നിന്നൊക്കെ നമ്മളെ പലപ്പോഴും പിന്തിരിപ്പിച്ചിട്ടില്ലേ? പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കാറില്ലേ? നമുക്ക് മടുപ്പ് തോന്നിപ്പിക്കാറില്ലേ? നമുക്ക് പല മറന്നു കിടന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് നമ്മളെ ടെൻഷൻ എടുപ്പിക്കുന്നില്ലേ ഈ തലച്ചോറ്? ഇതിനെ നിയന്ത്രണത്തിൽ വരുത്തുന്നത് എങ്ങനെയാണെന്നുള്ള ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ടെക്നിക്ക് നേരത്തെ അറിഞ്ഞില്ലെന്ന്. ഇപ്പം നിങ്ങൾ ഓർക്കും, ഓ ചേച്ചിയുടെ വീഡിയോയിൽ ചേച്ചി തുടക്കത്തിലെ എന്തോ തള്ളി മറിക്കും. അല്ല കേട്ടോ, ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പം തന്നെ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേ എൻ്റെ അടുക്കളയിലെ ജോലികളൊക്കെ തീർത്തിട്ടാണ് വന്നത്. പക്ഷേ ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞ സമയത്ത് ഞാൻ വാഷ് ബേസിനിലേക്ക് നോക്കുമ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട്. അതും കൂടെ കഴുകി ഒതുക്കി വെച്ചാൽ എൻ്റെ ജോലി കംപ്ലീറ്റ് ആയിട്ട് തീരും. പക്ഷെ എൻ്റെ തലച്ചോറ് അന്നേരം എന്നോട്ടിരുന്ന് എന്താ പറഞ്ഞതെന്നറിയോ? അതവിടെ കിടന്നോട്ടെ, പിന്നെ കഴുകാന്നേ. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് സമാധാനത്തിൽ പാത്രം കഴുകാന്ന്. അത് തെറ്റായ കമാൻഡാന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം വീഡിയോ ഷൂട്ടും ചെയ്ത് എഡിറ്റും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് മടുപ്പാകും, എനിക്ക് വിശക്കും. വന്ന് സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം, അതല്ലേ ആവശ്യം. അപ്പോൾ ഈ പാത്രം ഇത്ര നിരന്ന് കിടക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ സംഭവിക്കുക? ഈ ഒരു നമ്മൾ ബുദ്ധിമുട്ടി വീഡിയോ എടുത്ത് പിന്നെ എഡിറ്റൊക്കെ ചെയ്ത് താഴേക്ക് ഞാൻ എൻ്റെ കിച്ചണിലേക്ക് പോയിട്ട് പെട്ടെന്ന് ഈ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന പാത്രങ്ങൾ കണ്ട എൻ്റെ മനസ്സിൽ എന്തായിരിക്കും വരുന്ന അന്നേരം? വീണ്ടും ഒരു സങ്കടം, ഒരു എനർജി ഡൗൺ ആകും, ഫുഡ് കഴിക്കാനുള്ള മൂടങ്ങ് പോകും. വിശപ്പോടുകൂടി നിന്ന് ഞാൻ ആ പാത്രങ്ങൾ കഴുകണം അല്ലേ? അതെൻ്റെ തലച്ചോറ് തെറ്റായ കമൻ്റാണ് തന്നത് എന്നെനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാൻ ഒരു 2 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ആ പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി വെച്ചു. അപ്പം നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ മനസ്സ് ഇങ്ങനെ വന്ന് വേണ്ടാത്ത കമൻറ്റുകൾ തരും അല്ലേ? ഇനി പഠിക്കുന്ന കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾ പഠിക്കാൻ പുസ്തകം എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് തരുന്ന തെറ്റായ കമാൻഡുകളെ ഡിലീറ്റ് ചെയ്ത് ശരിയായ കമൻറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നേ. എത്ര ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ? ഞാനൊക്കെ ചെറുതിൽ ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് മാർക്ക് എനിക്ക് മേടിക്കാമായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ ഓർക്കാണ്, എന്നോട് കിടന്നോ, ക്ഷീണമല്ലേ അങ്ങ് കിടന്നോ എന്ന് പറയും. അപ്പോൾ ഒരു ലോഡ് തുണി അവിടെ മടക്കാൻ കിടപ്പുണ്ടായിരിക്കും. എന്നോട് പറയും പിന്നെ രാത്രി മടക്കാം എന്ന് പറയും. ഈ രാത്രിയിലും ഇതേ മനസ്സ് തന്നെ എന്നോട് പറയുന്നത്, ഇത്രയും രാത്രി ആയില്ലേ, ഇനി നാളെ ചെയ്യാം, അല്ല സിനിമയൊക്കെ കണ്ടുകൊണ്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുമോ എന്ന് തെറ്റായ കമന്റ് തരുന്ന ആരാണ്? ഈ മനസ്സാണ്. അപ്പൊ അതിനെ നമുക്ക് ഇതിന്റെ ഈ ഒരു തെറ്റായ കമന്റ് പറയുന്ന നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന്റെ ആ ഒരു ഇത് നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ തെറ്റായ കമന്റുകളെ എപ്പോഴും അനുസരിക്കാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് തെറ്റായ കമന്റ് തരുന്ന പരിപാടി നിർത്തിയിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കമാൻഡുകൾ തരുന്ന രീതിയിൽ നമുക്ക് തന്നെ ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം. എന്ത് ഈസിയാ അല്ലേ? എത്ര ഈസി ആയിരുന്നു, നമ്മളിതൊന്നും അറിഞ്ഞില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. തുണി കുന്നുകൂടി കസേര കിടക്കുകയാണ്, അതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഞാനിത് 2-3 മിനിറ്റിനുള്ളിൽ ഞാൻ ഇത് മടക്കും. അപ്പോഴേ തലച്ചോറ് പറയും, വേണ്ട, ഇതൊക്കെ എന്തിനാ, അത് അവിടെ കിടക്കട്ടെ. ഇല്ല, ഇതിനിങ്ങനെ നമ്മൾ മിണ്ടാതിരുത്തുകയാണ്. നമ്മൾ ഓരോ തുണി മടക്കും തോറും ഇതിന്റെ വിളി അങ്ങ്, തലച്ചോറിന്റെ ഈ ഒരു വിളി അങ്ങ് നിൽക്കും. നിങ്ങളിത് ട്രൈ ചെയ്തോ, ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ പിന്നെ സിനിമ കണ്ടല്ലേ? അതിൻ്റെ അകത്ത് എന്തോ എന്തൊക്കെയോ പറഞ്ഞപ്പോഴത്തേനും കൊല്ലുന്ന കാര്യം എന്തോ പറഞ്ഞപ്പം ആ റോബോട്ട് പറഞ്ഞില്ലേ, റോങ് കമാൻഡ്, തെറ്റായ കമൻറ്റാണ് തന്നത്, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ പോലെ വളരെ സ്മാർട്ടായിട്ട്
ഗൂഗിളിനകത്ത് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പം ശരിയാണോ ഗൂഗിളിൽ നിന്ന് ഒരു കാര്യം ചോദിച്ചാൽ അത് അല്ലെങ്കിൽ അല്ലെന്നും അതിന്റെ റീസൺസും പറഞ്ഞു തരികയില്ലേ, അതുപോലെ ഗൂഗിള് പോലെ ആവണം നമ്മുടെ തലച്ചോറ്. ChatGPT പോലെ നല്ല സ്മാർട്ടായിട്ടുള്ള തലച്ചോറായിരിക്കണം നമ്മുടെ, കേട്ടോ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ നോക്കിക്കേ, ഇന്ന് മുതൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. ഞാൻ പറഞ്ഞ പോലെ ഈ കുഞ്ഞു ടിപ്പ് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാനത് ട്രൈ ചെയ്തു, നിങ്ങൾക്കും പറ്റും. എൻ്റെയും മനസ്സ് കുറേ കാലമായിട്ട് തന്നെ വഴിതെറ്റിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയപ്പോൾ എനിക്ക് ലൈഫിൽ ഒരു വലിയൊരു ചെങ്ങല, ശരീരത്തിൽ നിന്ന് ഒരു ചെങ്ങല പൊട്ടിച്ചെറിഞ്ഞ സുഖമാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളും ആ സന്തോഷം ആസ്വദിക്കണമെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഉണർവൊക്കെ തോന്നില്ലേ? ഉറപ്പായിട്ടും പറ്റും. നമ്മുടെ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കാട്ടോ, വീട്ടമ്മമാർക്ക് മടി എന്നൊരു ഭയങ്കര പ്രശ്നമുണ്ട്. ഞാൻ ഈയിടെ എന്നെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടായിരുന്നു, പിന്നെ അത് പ്രൈവറ്റ് ആക്കി കേട്ടോ. കാരണം വീഡിയോ ക്ലാരിറ്റിയും മൊത്തത്തിലൊരു എനിക്കെന്തോ ഒരു മെസ്ഡപ്പ് ആയിട്ട് തോന്നിയിട്ട് ഞാനത്, കാരണം എനിക്ക് തന്നെ മടി വന്നൊരു ദിവസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പല വീഡിയോസും കണ്ട് എൻ്റെ തലച്ചോറ്, എന്നെ മടി പിടിപ്പിക്കുന്ന തലച്ചോറിനെ ഞാൻ എന്താ പറയാ, അതിലൊരു ആധിപത്യം സ്ഥാപിച്ച് അതിലെന്ത് ചിന്തിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ എനിക്ക് തെറ്റായി എന്തെങ്കിലും കമൻറ്റ് തന്നാൽ ഞാനത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പം എൻ്റെ തലച്ചോറ് വേണ്ടാത്ത ഒരു കാര്യം എന്നോട് പറയാറില്ല. ഇങ്ങനെ ചെയ്യൂ, അവർക്ക് സങ്കടമായില്ലേ, ഇങ്ങനെ ചെയ്യൂ, അവർക്ക് നമ്മുടെ സ്നേഹം കൂടില്ലേ, ഇങ്ങനെയുള്ള ഒരു സാധനവും ഇല്ല. വളരെ പ്രാക്ടിക്കലായിട്ടാണ്. അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ പോലും നമുക്കിപ്പോൾ ഇഷ്ടമാകാൻ തുടങ്ങുക. കാരണം നമ്മൾ അവരെ ഇഷ്ടമില്ലാതിരുന്നതിന് വളരെ സില്ലി ആയിട്ടുള്ള ഒരു റീസണേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വരെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. കാരണം എൻ്റെ തലച്ചോറ് എനിക്ക് വളരെ നല്ല കമാൻഡുകളാണ് ഇപ്പം തരുന്നത്. അതുപോലെ തന്നെ നമ്മളെ ചതിക്കുന്ന ആളുകൾ, നമ്മളെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞ് ചതിക്കുന്ന ആളുകൾ ആരാണെന്നും ചിന്തിക്കാൻ ഇപ്പോൾ എൻ്റെ തലച്ചോറ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ഒരു കാര്യം ഇന്ന് മുതൽ ഈ ഓരോ സെക്കൻഡ്, ഇപ്പൊ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഈ ഫോണിന്റെ ബാക്കി വീഡിയോസ് ഒക്കെ കാണാൻ തോന്നും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, വീഡിയോ കാണണോ, അവിടെ ഇരിക്കുന്ന ജോലികൾ തീർക്കണോ, അതോ തീർത്തുകൊണ്ട് കാണണോ എന്നുള്ളതൊന്ന് നിങ്ങളുടെ തലച്ചോറിനോട് ചോദിച്ച് കറക്റ്റ് കമന്റ് ആണ് തരുന്നത് നോക്കണം കേട്ടോ. തെറ്റായ കമന്റ് ആണ് അത് തിരിച്ചറിയണം, അതിനെ ബ്ലോക്ക് ചെയ്യണം. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് നമ്മുടെ തെറ്റായ കമന്റ് തരുന്ന ഹോർമോൺസ് എന്നോ അത് നെർവ്സ് എന്നോ, എനിക്ക് അത്ര ടേംസ് യൂസ് ചെയ്യാനായിട്ട് മാത്രം സൈക്കോളജി പഠിച്ച ഒരാളല്ല. പക്ഷെ ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ, ഏതൊരു സാധാരണക്കാരന് മനസ്സിലാവുന്ന പോലെ പറയാണ്, അതിന്റെ ശക്തി കുറച്ചൊന്ന് കൊണ്ടുവന്നേ. അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് തലച്ചോറ് ഒരു എന്താ പറയുക, ChatGPT ഒക്കെ പോലെ, ഗൂഗിളിനെയൊക്കെ പോലെ കറക്റ്റ് കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരും. ഗൂഗിളൊക്കെ ഇമോഷണലി കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. സാരമില്ല കുഞ്ഞാവേ ചൊക്കരെ എന്നൊക്കെ പറയുമോ? ഇല്ല, അവർ കറക്റ്റ് അത് തെറ്റായ കമന്റ് ആണ് എന്നൊക്കെ പറയല്ലേ. ഇതൊരു ചെറിയ കാര്യമാണെന്ന് ചോദിച്ചാൽ ചെറിയ കാര്യമല്ല കേട്ടോ. നമ്മുടെ ലൈഫ് മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ തലച്ചോറിലെ ചിന്തകളാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും നമ്മള് ഇപ്പൊ തന്നെ ഞാനിവിടെ ഇരിക്കുകയാണ്, എൻ്റെ ചുറ്റിനും ഒരു മനുഷ്യരും വന്ന് എന്നോട് ബഹളം വെക്കുന്നില്ല. ബഹളം വെക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ നമ്മുടെ ഈ തലച്ചോറാണ്. ഇതിനെ ഒന്ന് കടിഞ്ഞാനിട്ടാൽ നമ്മുടെ ജീവിതത്തിലെ പകുതി പ്രശ്നവും തീരും.